ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റിലെ FII സെല്ലിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നത് അവർ ഇനിയും ബൈങ് മോഡിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. താരതമ്യേന ലോ ക്വാണ്ടിറ്റി ആണെങ്കിലും FIIs ഇപ്പോഴും നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുകയാണ്. ഇപ്പോൾ ചില ബിസിനസ് അപ്ഡേറ്റിന്റെ ഭാഗമായും ചില ബ്രോക്കറേജ് ഹൗസുകളുടെ റിവൈസ്ഡ് ടാർഗറ്റ് കാരണവും മാർക്കറ്റിൽ ലൈംലൈറ്റിൽ വന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. BPCL, ഗെയിൽ, അതുപോലെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികൾ ചേർന്ന് രൂപം കൊടുത്ത ജോയിന്റ് വെഞ്ചർ സംരംഭമായ മഹാരാഷ്ട്ര നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ് അവരുടെ ഒരു 1000 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി BPCLന്റെ ബോർഡ് തത്വത്തിൽ ഒരു അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജോയിന്റ് വെഞ്ചറിൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിന് 50% സ്റ്റേക്കാണുള്ളത്. BPCLനും ഗെയിലിനും 22.5% വീതമുള്ള സ്റ്റേക്കാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള 5% മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കയ്യിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ മഹാരാഷ്ട്ര നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ് ഒരു സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ട ആ പൈപ്പ് ലൈൻ വലിക്കൽ, അതുപോലെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, സിറ്റികളിൽ ആ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ പൂനെ, പിംപ്രി, ചിഞ്ച്വാഡ് ഈ ഒരു സറൗണ്ടിങ് ഏരിയയിൽ മാത്രം ഓപ്പറേഷൻ നടത്തുന്ന ഈ മഹാരാഷ്ട്ര നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ് അവരുടെ ആ ഒരു ഓപ്പറേഷൻ മഹാരാഷ്ട്രയിലും കർണാടകയിലും തെലങ്കാനയിലുമുള്ള വിവിധ ഡിസ്ട്രിക്റ്റുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ വലിയൊരു എക്സ്പാൻഷൻ പ്ലാനുമായിട്ട് മുന്നോട്ട് വരുന്ന ഈ കമ്പനിയിൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിന് 50% ഷെയർ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിന് ഒരു ഉണർവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസ് ആയിട്ടുള്ള സിറ്റി അവർക്ക് ഒരു ബൈ കോൾ നൽകിയിരിക്കുകയാണ്. 450 എന്നുള്ള ഒരു ഷോർട്ട് ടേം ടാർഗറ്റാണ് അവർ നൽകിയിരിക്കുന്നത്. പക്ഷേ ഏതായാലും ഈ ഒരു IPO തീർച്ചയായിട്ടും ഈ 3 സ്റ്റോക്കുകളിലും BPCL, ഗെയിൽ, അതുപോലെ IGL ഈ 3 സ്റ്റോക്കുകളിലും ഒരു പോസിറ്റീവ് മൊമെന്റം സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. രണ്ടാമത്തേത് ടൈറ്റാൻ സ്റ്റോക്കിൽ വന്ന ബിസിനസ് അപ്ഡേറ്റ് ആണ്. ആ ബിസിനസ് അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത് Q3 അവരുടെ എല്ലാ ബിസിനസ് സെഗ്മെന്റിലും ശക്തമായ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞുപോയ ഫെസ്റ്റിവൽ സീസണ് ഈ കമ്പനിയുടെ സെയിൽസിന് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ ഗോൾഡ് ആൻഡ് ജ്വല്ലറി മാത്രമല്ല, വാച്ച്, വിയറബിൾസ്, അതുപോലെ ഐ കെയർ, സൺഗ്ലാസസ് പോലെയുള്ള ബിസിനസ്സിലും ഇവരുടെ ആ ഒരു ഗ്രോത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ ടൈറ്റാൻ കമ്പനി ഏകദേശം 69ഓളം പുതിയ ഔട്ട്ലെറ്റുകൾ കഴിഞ്ഞ ക്വാർട്ടറിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവർ ആ ഒരു ഔട്ട്ലെറ്റിൻ്റെ എണ്ണം 3240 എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ജ്വല്ലറി ബ്രാൻഡായിട്ടുള്ള തനിഷ്ക് അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് വളരുകയാണ്. അവർ USA സീറ്റിൽ ഒരു സ്റ്റോർ തുറന്നിരുന്നു. കൂടാതെ ദുബായിലെ ഗോൾഡ് സൂക്കിലും ഇവർ സ്റ്റോർ തുറന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഇവരുടെ 24ഓളം പുതിയ സ്റ്റോറുകളിൽ 11ഓളം തനിഷ്കിൻ്റെതാണെങ്കിൽ 13ഓളം സ്റ്റോറുകൾ അവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള മിയ എന്ന ബ്രാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസ് ആയിട്ടുള്ള സിറ്റി ഈ ടൈറ്റാനെ ഒരു ന്യൂട്രൽ കോളാണ് ഇപ്പോഴും നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം 5.42% ഡൗൺ ആയ ഒരു സ്റ്റോക്കാണ് ടൈറ്റാൻ. ഇതിന്റെ കറണ്ട് പ്രൈസ് 3495 എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഇതിന്റെ ഒരു ടാർഗറ്റ് 3600 ആയിട്ടാണ് സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടൈറ്റാൻ തീർച്ചയായിട്ടും നമ്മൾ Q3 റിസൾട്ടിൽ കാര്യമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് മാറുകയാണ്. മറ്റൊരു സ്റ്റോക്ക് സൊമാറ്റോ ആണ്. നമുക്കിനെ കഴിഞ്ഞ ഒരു മാസം സൊമാറ്റോ ഏകദേശം 14% കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം 50 രൂപയോളം അതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടു. അതായത് 304 എന്നുള്ള അതിൻ്റെ ഹൈയിൽ നിന്നും ഇപ്പോൾ 250 എന്നുള്ള റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇപ്പോൾ 2025 വർഷം സൊമാറ്റോയിൽ ഒരു കൺസോളിഡേഷൻ പീരീഡ് ആയിരിക്കുമെന്നാണ് ജെഫ്രീസ് പ്രവചിക്കുന്നത്. ഇപ്പോൾ സൊമാറ്റോയുടെ വാല്യുവേഷൻ അത്ര ഹൈ ആയി എന്ന് ജെഫ്രീസ് പറയുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ക്വിക്ക് കൊമേഴ്സ് കോമ്പറ്റീഷനിൽ സൊമാറ്റോ വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്യുമെന്നാണ് ഈ വർഷം അവരുടെ കണക്കുകൂട്ടൽ. അപ്പോൾ ബിഗ് പ്ലെയേഴ്സ് ആയിട്ടുള്ള സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, അതുപോലെ സെപ്റ്റോ, അതുപോലെ ആമസോൺ, അപ്പോൾ ഇവരിൽ നിന്നാണ് പ്രധാനമായിട്ടും സൊമാറ്റോ വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ നേരിടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഹൈ ഡിസ്കൗണ്ട് ഓഫറുകൾ ഇവർ നൽകേണ്ടി വരും. സ്വാഭാവികമായിട്ടും അത്തരം ഡിസ്കൗണ്ട് ഓഫറുകളിലൊക്കെ നൽകുമ്പോൾ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും. പ്രത്യേകിച്ച് ബ്ലിങ്കിറ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ് അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലിങ്കിറ്റ് ആണെങ്കിൽ സൊമാറ്റോയുടെ വരുമാനത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടർ ബ്ലിങ്കിറ്റ് ആണ്. ലോസ് മേക്കിംഗ് കമ്പനിയിൽ നിന്ന് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയിലേക്ക് വന്നത് ബ്ലിങ്കിറ്റിന്റെ തകർപ്പൻ പെർഫോമൻസ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വർഷം ഈ രീതിയിൽ ഒരു സൈഡ് വേസിലാണ് സൊമാറ്റോ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ടാർഗറ്റ് കുറക്കാനാണ് ജെഫ്രീസിന്റെ തീരുമാനം.
അവർ ആ ടാർഗറ്റ് 275 താഴ്ത്തി വെച്ചിരിക്കുകയാണ്. 335 എന്നുള്ള ടാർഗറ്റിൽ നിന്നാണ് ഇത് കട്ട് ചെയ്തിട്ട് 275 എന്നുള്ള ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കായിട്ട് ലോധ ഡെവലപ്പേഴ്സ്, അതിനെയാണ് മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അവർ പോസ്റ്റ് ചെയ്ത ബിസിനസ് അപ്ഡേറ്റിൽ അവരുടെ Q3 ഗ്രോത്ത് നമ്പേഴ്സ് വളരെ ശക്തമാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ബോംബെ, ബാംഗ്ലൂർ, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രീ സെയിൽസ് ബുക്കിംഗ് ആണ് നടത്തിയതെന്നാണ് അവരുടെ ഫയലിംഗിൽ പറയുന്നത്. 32% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണിത്. അപ്പോൾ ഏകദേശം 4510 കോടിയുടെ ഒരു സെയിലാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മൊത്തത്തിൽ FY25 കഴിഞ്ഞ 3 ക്വാർട്ടറിൽ അവരുടെ ആ ഒരു പ്രീ സെയിൽ വാല്യൂ 12,820 കോടിയുടെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഈ മാക്രോടെക്കിൻ്റെ 2800 കോടിയുടെ ഒരു ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ ഉള്ള ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്തതോടുകൂടി കമ്പനിയുടെ ബാംഗ്ലൂരിലുള്ള മൊത്തം പ്രൊജക്റ്റുകളുടെ എണ്ണം 5 വർദ്ധിച്ചിട്ടുണ്ട്. FY25 3 ക്വാർട്ടറിലായിട്ട് മൊത്തം 8 പുതിയ പ്രോജക്റ്റുകൾ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂർ, പൂനെ, ബോംബെ അടക്കമുള്ള മൊത്തം കമ്പൈൻഡ് ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19,500 കോടിയുടെ ഒരു സെയിലാണ് മൊത്തം 3 ക്വാർട്ടറിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവരുടെ ആ ഒരു ഫുൾ ഇയർ ഗൈഡൻസിൻ്റെ ഏകദേശം 90% ഇവർ ഓൾറെഡി റിച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും 3 മാസം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈഡൻസിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ലെവലിലേക്ക് ഇവർ തീർച്ചയായിട്ടും എത്തുമെന്ന് തന്നെയാണ് നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രോക്കറേജ് ആയിട്ടുള്ള നൊമൂറ ഈ കമ്പനിയുടെ ഈ ഒരു ബിസിനസ് അപ്ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ബൈക്കോളാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1333 ഈ സ്റ്റോക്ക് 1600 എന്ന ടാർഗറ്റിൽ നിയർ ടേമിൽ എത്തുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറുള്ളത് സിമെന്റ് സെക്ടറാണ്. സിമെന്റ് സെക്ടറിലുള്ള വിലവർദ്ധനവ് പല സ്റ്റോക്കുകളെയും ലൈം ലൈറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സിമെന്റിന്റെ പ്രൈസ് ആവറേജ് ട്രേഡ് പ്രൈസ് കാണുന്നത് ഡിസംബറിൽ 341 നിന്ന് 343 അത് വർദ്ധിച്ചിരുന്നു. ഏകദേശം 2 രൂപയുടെ ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടായത്. ഈ ഒരു വർധനവ് ജനുവരിയിലും തുടരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഫെസ്റ്റിവൽ സീസൺ കാരണം സിമെന്റിന്റെ ആ ഒരു ഡിമാൻഡ് ചെറിയ തോതിൽ താഴ്ത്തു വന്നിട്ടുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ മേഖല ജനുവരി സെക്കൻഡ് ഹാഫോട് കൂടി കൂടുതൽ മൊമെന്റം ക്യാച്ച് ചെയ്യുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സിമെന്റിന്റെ വൻതോതിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നൊമൂറ എന്നുള്ള ബ്രോക്കറേജ് ഹൗസ് അവർ സിമെന്റ് സ്റ്റോക്കുകൾക്ക് കൊടുത്തുള്ള ബൈ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അൾട്രാടെക്കിൽ ഒരു ബൈ റേറ്റിംഗ് ആണ്. അതുപോലെ ശ്രീ സിമെന്റ്, അംബുജ സിമെന്റ്, രാംകോ സിമെന്റ് ഈ സ്റ്റോക്കുകളിലാണ് അവർ വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ളത്. എന്നാൽ നൊവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ അതുപോലെ ACC ഈ 2 സിമെന്റ് സ്റ്റോക്കുകളിൽ അവർ ന്യൂട്രൽ പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഡാൽമിയ ഭാരതിൻ്റെ ടാർഗറ്റ് അവർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അരവിന്ദ് ഫാഷൻസ് എന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ 3 മാസമായി 8% നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് അരവിന്ദ് ഫാഷൻസ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനിയുടെ ബിസിനസ്സിലെടുത്ത ചില കറക്റ്റീവ് ആക്ഷൻസ് അതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആവാൻ കാരണമായിട്ടുണ്ടെന്നാണ് പ്രസിദ്ധ ഇന്ത്യൻ വെൽത്ത് മാനേജ്മെൻറ്റ് ഫേമായിട്ടുള്ള എക്യുറസ് ചൂണ്ടിക്കാണിക്കുന്നത്. കമ്പനിയുടെ അസറ്റ് ലൈറ്റ് എക്സ്പാൻഷൻ കാരണവും കൂടാതെ അവരുടെ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി കാരണവും ഇതിൻ്റെ ROE 18.5% ആയിട്ട് ഉയരുമെന്നും ROCE 20% ആയിട്ട് ഉയരുമെന്നുമാണ് എക്യുറസ് ബ്രോക്കറേജ് അവരുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ അരവിന്ദ് ഫാഷൻസിൻ്റെ ROEയും ROCEയും നോക്കിക്കഴിഞ്ഞാൽ അത് ROCE 14 ROE 8.8 മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ജമ്പ് പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാകുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. കൂടാതെ ഇതിൻ്റെ കറണ്ട് വാല്യുവേഷൻ വളരെ അപ്പീലിംഗ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. എന്റർപ്രൈസസ് വാല്യൂ ടു എബിറ്റ അത് FY27 10.5x ആയിട്ട് കാണുമെന്നാണ് അവർ പറയുന്നത്. എന്റർപ്രൈസസ് വാല്യൂ ടു എബിറ്റ അത് 8 മുതൽ 30 വരെ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു വാല്യൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ ഈ സ്റ്റോക്ക് ലഭിക്കുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. ഇപ്പോൾ നിലവിലുള്ള 520 എന്നുള്ള ആ ഒരു പൊസിഷനിൽ നിന്നും ഈ സ്റ്റോക്ക് 753 എന്നുള്ള ടാർഗറ്റിലേക്ക് ഒരു 45% ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് ഉണ്ടാകുമെന്നാണ് ബ്രോക്കറേജ് ഫേമിൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് PSU സ്റ്റോക്കായുള്ള ONGC ആണ്. ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷനിൽ 71% മാർക്കറ്റ് ഷെയറുള്ള ONGCയുടെ ഈസ്റ്റേൺ ഓഫ് ഷോർ ഫീൽഡിൽ ഈ ക്വാർട്ടറിൽ നടന്ന പ്രൊഡക്ഷൻ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രൊഡക്ഷനാണ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതാണ് 2025 ആകുമ്പോഴേക്കും ക്രൂഡ് ഓയിൽ സെയിൽസിൽ 10%, അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനിൽ 20%-ൻ്റെയും വർധനവുണ്ടാകുമെന്നാണ് ലീഡിംഗ് ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള CLSA റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ക്രൂഡ് പ്രൈസ് റിക്കവർ ആകുകയാണെങ്കിൽ നിലവിൽ ചുമത്തുന്ന വിൻഫോൾ ടാക്സ് എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ക്രൂഡ് പ്രൈസ് 75 എന്നുള്ള ആ ഒരു ബാരലിൽ സ്റ്റേബിൾ ആവാനുള്ള സാധ്യതയും ഇവർ കാണുന്നുണ്ട്. കൂടാതെ CLSA ഈ സ്റ്റോക്കിൽ
വളരെയധികം ബുള്ളിഷാണ്. മറ്റൊരു കാരണമായി പറയുന്നത് നല്ല തോതിലുള്ള ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇതവർ കാണുന്നത്. കൂടാതെ സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 7.96 മാത്രമാണ്. ഹൈയിൽ നിന്ന് 23% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ നിശ്ചയിച്ചുള്ള ഒരു ടാർഗറ്റ് 360 എന്ന ലെവലിൽ എത്തുമെന്നാണ്. കറണ്ട് പ്രൈസ് 264 എന്നുള്ള ലെവലിലാണ്. കൂടാതെ ജെഫ്രീസ് പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജും കഴിഞ്ഞ മാസം ഈ ONGCക്ക് ഒരു ബൈ കോൾ കൊടുത്തിരുന്നു. അവരും ഒരു 58% ഇൻക്രീസ് ONGCന്റെ പ്രൈസിലുണ്ടാവുമെന്ന് അന്ന് പ്രവചിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലൈം ലൈറ്റിൽ കാണുന്ന ബ്രോക്കറേജ് ഹൗസുകളുടെയും അതുപോലെ ബിസിനസ് അപ്ഡേറ്റിന്റെ ഭാഗമായിട്ടുമൊക്കെ ഉണ്ടായിട്ടുള്ള റിവൈസ്ഡ് ടാർഗറ്റിൽ കാണുന്ന പല സ്റ്റോക്കുകൾ. അപ്പോൾ നിങ്ങളുടെ റിസർച്ച് നടത്തിക്കൊണ്ട് ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.